ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ആർ.ആർ. മീഡിയ യൂട്യൂബ് ബ്ലോഗ്. അപ്പൊ എല്ലാവർക്കും ആർ.ആർ. മീഡിയ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പൊ എന്താണ് ഈ വേഷത്തിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നല്ല മഴ, ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3-4 മണിക്കൂറായി നിൽക്കാതെ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്ര മഴ വേണമെങ്കിലും എത്ര സ്ട്രോങ്ങിൽ വേണമെങ്കിലും പെയ്തോട്ടായിരുന്നു. ഈ കാറ്റ് അതുപോലെ തന്നെ ഇടിയൊക്കെ ഇപ്പോഴത്തെ ഭയങ്കര സ്ട്രോങ് ആണ്. പാലത്തുമ്മൽ ആരാളെന്നുള്ള ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞേ. പങ്കജൻ കുഴപ്പമൊന്നുമില്ല, സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മാസ്ക് വെച്ചിട്ടില്ല. തന്നെ പുഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ തോട്ടിലേക്കൊക്കെ നല്ലതുപോലെ മീൻ കയറുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ ആ മീൻ കിട്ടുകയാണെങ്കിലേ നല്ല ഫ്രൈ ആക്കി അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്താണ് അവസ്ഥ, മീൻ കിട്ടുമോ ഇല്ലേ എന്നാലും പോയി നോക്കാം. ഓക്കെ, പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല, റോട്ടിൽ തന്നെ പാർക്ക് ചെയ്തത്. എന്നാ പിന്നെ ഓക്കെ, പോയി നോക്കാം. എന്തായാലും കിട്ടിയ വിവരം അറിയിക്കട്ടോ. ഓക്കെ, അപ്പോൾ നേരെ താഴെ തന്നെ പുഴ ഉള്ളത് കൊണ്ട് പുഴയിൽ വെള്ളം കയറുന്നതനുസരിച്ച് ഇങ്ങനത്തെ തോടുകളിലൊക്കെ മീൻ കയറും. അതിന് വെച്ച കെണിയാണ് നിങ്ങൾ കാണുന്നത്. ഒരു വലിയൊരു കടുങ്ങാലി ചാടിയിട്ടുണ്ട് അതിലേക്ക്, അതിനെ പിടിക്കാൻ പോവാം. നമ്മളെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷം. നമുക്കറിയാം, മഴ കാരണം കേരളമാകെ വെള്ളത്തിലായി ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായ ഒരു വർഷമാണ് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ. പഴമക്കാർ വരെ പറയുന്നു ഇതുപോലുള്ള ഒരു കാഴ്ച ആദ്യമായിട്ടാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വർഷം നമ്മളിൽ ഉണ്ടായി. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾക്ക് കാണാതിരിക്കട്ടെ, നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു കാണുന്ന സ്ഥലങ്ങളൊക്കെ, ഇവിടെ ഒരു വീടുണ്ട്, ആ വീട് ഓട് മാത്രമേ കാണുമായിരുന്നു, ബാക്കിയൊക്കെ വെള്ളത്തിലായിരുന്നു. അത്രയും വെള്ളം ഇവിടെയൊക്കെ തടം കെട്ടി നിൽക്കുകയായിരുന്നു. കാരണം നേരെ താഴെ തന്നെ പുഴയാണ്, അത് കാരണമാണ് ഇവിടെ അങ്ങനത്തെ അവസ്ഥ വന്നത്. എടാ
അതാ പോണ കളിയാ. ഹലോ, എങ്ങോട്ടാ പോണേ? അപ്പോൾ എനിക്ക് പൊരിച്ചടിക്കാനുള്ള കുറച്ച് മീനുകളെയും വാങ്ങിയിട്ട് ഞാൻ മെല്ലനെ സ്ഥലം വിടുകയാണ്. നല്ല സ്ട്രോങ് മഴ വരുന്നുണ്ട്. എനിക്ക് ഫ്രീ ആക്കാനുള്ള കുറച്ച് മീനും വാങ്ങിയിട്ട് പോവാണ്. ഇപ്പം കുറച്ച് മഴക്കൊരു കുറവ് വന്നതാ. ഇതുവരെ നല്ല മഴ തന്നെ പെയ്തത്. ഇതുപോലെ 1-2 മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ പറ്റ പരിതാപകരായിരിക്കും. വീണ്ടും തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ട്രോങ് തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയും ഇല്ല, മിന്നലും ഇല്ല, അതുപോലെ തന്നെ കാറ്റും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, തന്നെ നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് വീട്ടിലിരിക്കാം. ഓണത്തിനെടുക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ മാതിരി നമ്മളെ പെങ്ങളെ മക്കളാണ്. അവരാ മയത്ത് അവിടെ തകർക്കുകയാണ്. കണ്ടു നിൽക്കുന്ന നമുക്കും രസമുണ്ട്, കളിക്കുന്ന അവർക്കും രസമുണ്ട് സംഭവം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ആണ്, എന്തെങ്കിലും ജലദോഷമോ പനിയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഭയങ്കര പ്രശ്നം തന്നെയാണ്. എൻ്റെ മോക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ മോള് എന്നെ ഉറങ്ങുന്നിടത്ത് നിന്ന് വിളിച്ചുകൂട്ടി കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ്. അവൾ ഭയങ്കര എൻജോയ്മെൻറ്റില്ല. കാരണം അമ്മാതിരി കളിയാണ്, അവൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത്. ഇവനാണ് ഇവിടെ കുറച്ച് പൊട്ടിത്തെറുപ്പ്. എൻ്റെ കളികൾ കണ്ടില്ല നിങ്ങൾ? ഇവനാണ് നിജു. ഇതാ ഇപ്പം വന്നവന് റിച്ചു. ഇവർ രണ്ടാളും കൂടി കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പൊട്ടിത്തെറുപ്പുകൾ കൂടുന്ന ഇവർ രണ്ടാളും ഉണ്ടാവുന്ന സമയത്ത് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെ വയ്യൊക്കെ നടക്കുന്ന പണിയാണ്. ആകെ അലമ്പാക്കിയാളോ. അതിൻ്റെ കൂടെ അതാ ഇവളും അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് സംഭവം. അവൾ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമാണല്ലോ, ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഞാനിതൊക്കെ കണ്ടു നിന്നല്ലാതെ ഞാനൊന്നും പറയാൻ പോയില്ല. കാരണം നമ്മൾ ഇതുപോലുള്ള എല്ലാ പൊട്ടിത്തെറുപ്പും കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ എത്തിയത്. ഓരോരോ പ്രായത്തിൽ അതിൻ്റെതായിട്ടുള്ള ഓരോരോ പൊട്ടിത്തെറുപ്പുകളും കളികളൊക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഒരു കാലത്ത് ഓർത്തിരിക്കാൻ ഇങ്ങനത്തെ നിമിഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ബാക്കി. നമ്മുടെ പഴയകാല ഓർമ്മകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അണ്ടി ചുട്ടുന്നതും ആരാൻ്റെ മാവിന് കല്ലെറിഞ്ഞതും അതുപോലെ തന്നെ പുഴയിലൊക്കെ പോയിട്ട് ചാടി കുളിച്ച് നോക്കുക, ആ ഒരു ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പക്ഷെ അന്നത്തെ ആ ഒരു സൗഹൃദമൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലൊന്നും കാണാനില്ല. അങ്ങനത്തെ ഓർമ്മകളൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കൽ പ്രയാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഹൈ ലെവലായി പോയില്ല, ഹൈ ടെക് ആയി പോയില്ല നമ്മുടെ ലോകം. ഞാനിങ്ങനെയാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കും. ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണത്. താമരശ്ശേരി ചുരം നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അനങ്ങിക്കഴിഞ്ഞാൽ പോകുന്നൊരു സ്ഥലമാണ്. മുമ്പിലെ വണ്ടി നമ്മൾ അളിയൻ്റെ വണ്ടിയാണ്, അതിലും ഉണ്ട് ആൾ, ഇതിലും ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ല മഴയൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിക്ക്. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോസുമായിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളെ ചാനൽ ഈ ഒരു വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും പറയും പോലെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.